കളങ്കാവിൽ എന്ന് പറഞ്ഞ സിനിമ സൂപ്പർ ഹിറ്റാണ്. മമ്മൂട്ടിയുടെ നല്ല പടങ്ങളിൽ എഴുതി വയ്ക്കാൻ പറ്റിയൊരു പടമാണ് കളങ്കാവിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു പടത്തിൽ ഈ എല്ലാവർക്കും സംശയമായിട്ടുള്ളൊരു സംഭവമുണ്ട്. ഗായത്രി സുരേഷ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം അതിൽ വരുന്നുണ്ട് അവസാനത്തിൽ. ആ ഗായത്രി സുരേഷ് വരുന്നതോട് കൂടിയാണ് മമ്മൂട്ടീനെ നത്ത് എന്ന് പറഞ്ഞ ആ കഥാപാത്രം കീഴ്പ്പെടുത്തുന്നതും, നത്ത് എന്ന് പറഞ്ഞ ആ കഥാപാത്രം മമ്മൂട്ടീനെ കൊല്ലുന്നതും ഡിക്കിയിലിടുന്നതും കൊണ്ടുപോകുന്നതും. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം ഞാൻ പറയാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഗായത്രി സുരേഷ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം അത് ആ സിനിമയിൽ നമ്മൾ പറയാണ്ട് പറഞ്ഞുള്ളതാണ്. അതൊരു പോലീസുകാരിയാണ്. ഈ പോലീസുകാരിനെ തന്നെയാണ് നമ്മുടെ സ്റ്റാൻലി ദാസ് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ കഥാപാത്രം ഇതുപോലെ തന്നെ കേരളത്തിലുള്ള ഒരു പോലീസുകാരിയാണ് ഗായത്രി സുരേഷ്. അപ്പോൾ ആ ഗായത്രി സുരേഷായിട്ട് ബന്ധപ്പെടാനും സ്നേഹിക്കാനും പരിചയപ്പെടാനും നിൽക്കുന്ന സമയത്താണ് ഗായത്രി സുരേഷ് മനസ്സിലാക്കുന്നത്, ആ പോലീസുകാരി മനസ്സിലാക്കുന്നത് ഇത് സ്റ്റാൻലി ദാസ് ആണെന്നുള്ളത്. പല സ്ത്രീകളെയും സ്നേഹിച്ച് കൊണ്ട് കുഴിച്ചിടുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കണം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കഥ നടന്നിട്ടുള്ളതാണ്. കളങ്കാവിൽ സിനിമ ഒരു നടന്ന സംഭവത്തിൻ്റെ കഥയാണ്. അതാരാണ്? സൈനൈഡ് മോഹൻ എന്ന് പറഞ്ഞൊരു പ്രതിൻ്റെ ആണ്. ആ പ്രതി എന്താണ്? ഒരാളെ, പെൺകുട്ടികളെ കാണും, പരിചയപ്പെടും, കല്യാണം കഴിക്കും. അന്ന ദിവസം തന്നെ ആ പെൺകുട്ടിയുടെ കംപ്ലീറ്റ് സ്വർണ്ണങ്ങളും കൊണ്ടുപോകണം. സ്ത്രീകളെ കൊല്ലുന്നില്ല, സ്വർണ്ണങ്ങളും കൊണ്ടുപോകണം. ചിലരെ കൊന്നിട്ടുമുണ്ട്. എന്നിട്ട് ആ സ്വർണ്ണങ്ങൾ മുഴുവൻ വിറ്റ് ദൂർത്തടിച്ച് കളഞ്ഞ് പിന്നെ അടുത്ത അരേനെ പിടിക്കും. എന്നിട്ട് ആ അരേനും ഇതുപോലെ തന്നെ സ്വർണം അടിച്ചു മാറ്റി, കല്യാണം കഴിച്ച് അടിച്ചു മാറ്റി കൊണ്ടുവരും. അങ്ങനെ ഒരു കഥാപാത്രമുണ്ട്. സൈനൈഡ് കൊടുത്തിട്ടാണ്. ഈ സൈനൈഡ് മോഹൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ. അപ്പോൾ അതേപോലെ തന്നെ ഈ കഥയിൽ ചെറിയ മമ്മൂട്ടിക്ക് വേണ്ടി ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ടാണ് ഈ കളങ്കാവിൽ പടം മേക്ക് ചെയ്ത് പോകുന്നത്. പക്ഷെ നന്നായിട്ട് അത് മേക്കിങ്. പക്ഷെ അതിൻ്റെ കഥ ഇങ്ങനെ കടം കൊണ്ടതാണെന്ന് മാത്രം പറഞ്ഞു. അതുപോലെ ഗായത്രി സുരേഷ് പറയുന്നുണ്ട്, മോളോട് പറയുന്നുണ്ട്, എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. നൈറ്റ് ഡ്യൂട്ടി ഉള്ള കാരണം പോലീസുകാർക്കുള്ള നൈറ്റ് ഡ്യൂട്ടിയാണ്, അതുകൊണ്ടൊന്നും എനിക്ക് വരാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഈ സ്റ്റാൻലി ദാസിനെ അറിയില്ല ഇവള് പോലീസുകാരിയാണെന്നുള്ളത്. അപ്പോൾ ഈ പോലീസുകാരിയും അതുപോലെ തന്നെ അവിടെ അന്ന് ആ ഹോട്ടലിൽ റിസപ്ഷനിലുണ്ടായിരുന്ന അയാളും കൂടിയിട്ട്, അതുപോലെ തന്നെ നത്തും കൂടിയിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് മമ്മൂട്ടീനെ ആ കെണിയിൽപ്പെടുത്തുന്നത്. പക്ഷെ ആ പടത്തിൽ നമ്മളിതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറേ ഹിൻഡുകളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളാരും അത് മനസ്സിലാക്കിയില്ല. നമ്മളത് 1-2 പ്രാവശ്യമൊക്കെ കണ്ട് അതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴാണ് അത് മനസ്സിലാക്കുക. അപ്പോൾ ഇനി 2ാം ഭാഗം വരാൻ പോകുന്നു കളങ്കാവിൽ. മമ്മൂട്ടി മരിച്ചിട്ടില്ല. മമ്മൂട്ടി ആ ഡെക്ക് തുറക്കുന്നുണ്ട്. വീണ്ടും മമ്മൂട്ടി